എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നതിൽ സന്തോഷം. ഞാൻ നേരെ മാറ്ററിലേക്ക് ഇറങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എൻ്റെ സൈഡിലുള്ള ഒരു വേർഷൻ നിങ്ങളെല്ലാവരും കേട്ടിരിക്കണമെന്ന് എനിക്ക് പേഴ്സണലി എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ നേരെ വിഷയത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സിനിമകളിലൊക്കെ PR വർക്ക് ചെയ്ത ഈ പറഞ്ഞ വ്യക്തി എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലൊക്കെ വന്ന് സംസാരിച്ചു. അതിലെനിക്ക് എന്നെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യമാണ് എൻ്റെ സഹപ്രവർത്തകൻ, എൻ്റെ കോ-ആക്ടർ, എൻ്റെ സുഹൃത്ത് എൻ്റെ പേര് വെച്ച് ഈ ഒരു വിഷുവിലേക്ക് ഒരു നിങ്ങളുടെ എല്ലാവരും മീഡിയാസിൻ്റെയൊക്കെ അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രം എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അവർ യൂസ് ചെയ്തു. പുതിയതായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ പുള്ളി എഴുതിയ റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പുള്ളിനെ മർദ്ദിച്ചു. ഇതാണ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ മീഡിയയിൽ വന്ന കാര്യം. ബ്രോ സൈലൻസ്. അപ്പോൾ മീഡിയയിൽ വന്ന കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിൻ്റെ ആക്ച്വൽ അവസ്ഥകൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റീസൺ, ഞാൻ എന്തിനാണ് അയാളെ പോയി മീറ്റ് ചെയ്തത്, എന്താണ് സംസാരിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഒരു 2 ആഴ്ചത്തോളം മുന്നേ എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്നൊരു കോൾ വന്നിരുന്നു. ഈ കോളിൽ എനിക്ക് ഒരു ലേഡിയാണ് എന്നോട് സംസാരിച്ചത്. അൺനോൺ കോൾ ആയതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അതിന് ഫേസ് വാല്യൂ എടുത്തില്ല. പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവച്ചത്. എനിക്ക് പരിചയമുള്ള 3-4 പേരുടെ പേരുകൾ ഇവർ എടുത്ത് പറഞ്ഞു. ഇതിൽ ഒരു പേര് ഈ പറയുന്ന വിപിൻ്റെയും കൂടിയായിരുന്നു. ഒപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ വേറൊരു സുഹൃത്തിൻ്റെ പേരും കൂടി പറഞ്ഞിരുന്നു. ഈ 2 പേരും ഞാൻ ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്ത് സംസാരിച്ചു. ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. വിറ്റ് ഈസ് ഭയങ്കര ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നോട്. ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ DGPക്കും ADGPക്കും വിത്ത് പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തേക്കുന്നത്. ഒരാൾ സൈലൻസ് ആയിരുന്നു ഈ കോളിൽ. രണ്ടാമത്തെ ആളെന്ന് വിപിൻ അതിനെ ഇങ്ങനെ അൺനോൺ നമ്പറിലൊക്കെ വിളിക്കുന്ന കോൾസ് നമ്മൾ എൻ്റർടൈൻ ചെയ്തത്, വിച്ച് ഇസ് ഫെയർ. ഞാനത് വിട്ടു കളഞ്ഞു. ഒരു 2 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. എന്നെ ഒരാൾ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു. അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനൻ്റ് ആയ ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ആയിരുന്നു. അവരെന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ, ദാറ്റ് ഈസ് വിപിൻ എന്ന് പറയുന്ന എൻ്റെ സോ കോൾഡ് മാനേജറായിരുന്നു എന്ന് അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവെച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ജെനുവിൻലി ഫസ്റ്റ് ഫോൺ കോൾ ഇയാൾക്ക് തന്നെയാണ് വിളിക്കാറ്. ഞാൻ അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാനോ മറ്റും നിൽക്കാറില്ല. എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്. ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു. ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി. അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു. ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം, ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. ദാറ്റ് ഈസ് വിപിൻ കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു. ഈസ് സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഞാൻ അയാളെ ഒരിക്കലും അയാൾ അവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ നിൽക്കേണ്ട അപ്പുറത്താണ് ഞാൻ കണ്ടത്. ഞാൻ പുള്ളിൻ്റെ ഒരു സുഹൃത്തായിരുന്നു കണ്ടിരുന്നത്. ബിക്കോസ് ഞാൻ കുറച്ചും കൂടി ഡീവേറ്റ് ചെയ്ത് വരാം. 2018 ആദ്യമായിട്ട് ഉണ്ണിമുന്തൻ ഫിലിംസ് എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു തോട്ട് വന്നത് ഫോർ ദ മൂവി മേപ്പടിയാൻ. മേപ്പടിയാൻ്റെ സംഭവം എന്ന് വെച്ചാൽ 2018 തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സിനിമ അവസാനിച്ച് വന്നപ്പോഴേക്കും 2021 ആയി. വിച്ച് ഇസ് വൈ ഓൾമോസ്റ്റ് 3 ഇയേഴ്സോളം ഞങ്ങൾ ഒരു ടീം, ഇതിൻ്റെ ഒരു HOD എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നിൽക്കുന്ന ടീം വളരെ ഒരു ടെക്നിക്കൽ ക്രൂവിന് അപ്പുറത്ത് ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് അത് പോയി. സിനിമകളിൽ മാനേജർ പരിപാടി എന്താണെന്ന് ഞാൻ അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ബിക്കോസ് അതിനെക്കുറിച്ചും ഒരു ചർച്ചകളുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഹു ആർ പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ ഒരു സിനിമ എന്നിലേക്ക് എത്തണമെങ്കിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ സിനിമയിൽ, പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ 3 വർഷത്തോളം എൻ്റെ ചുറ്റും നിന്നപ്പോൾ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത ഇയാളിലൂടെ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. എന്നാൽ അയാളെ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല. ബിക്കോസ് ലെറ്റ്സ് സിനിമയിൽ വളരെ പ്രോമിനൻ്റ് ആയ ഒരു പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും ഒക്കെ എക്സിക്യൂട്ടീവ് കൺട്രോൾ ആയി നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ബാദുഷ ചേട്ടനുണ്ട്. പുള്ളി നമുക്ക് കുറേ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരിക്കലും പുള്ളിനെ എൻ്റെ മാനേജറായിട്ട് കൂട്ടാൻ പറ്റില്ല. പുള്ളി ഇതില്ല. ഞാൻ അതിൻ്റെ എക്സാംപ്ലിഫൈ ചെയ്യണം വാട്ട് ഇസ് ദ സിറ്റുവേഷൻ. അല്ലാതെ എന്നെ ചലഞ്ച് ചെയ്യാൻ പറയില്ല. ഞാൻ അതിൻ്റെ
മലയാള സിനിമയിൽ ഇനി നടക്കുന്ന അതിൻ്റെ പ്രോട്ടോകോൾ. എനിവേസ് ഞാൻ ഈ പറഞ്ഞ ദിവസം ഇയാളെ കാണാൻ പോകുമ്പോൾ വളരെ യാദർശികമായിട്ട് അവിടെ വേറൊരു ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായ സുഹൃത്ത് അവിടെ ഉണ്ടായി. ഇയാളുമായിട്ട് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ വേറെ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറേ പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല. ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയാണ്, ആസ് എ വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതുവരെ എൻ്റെ 22-ാം വയസ്സിലും 21-ാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ ഈ കൂട്ടത്തിലുണ്ട്. ചേട്ടാ, നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ എനിക്ക് 21 വയസ്സാണ്. ഇന്നിപ്പോൾ എനിക്ക് 38 ആവും. ഞാൻ പറഞ്ഞത് ഞാൻ നുണ പറയാറില്ല. മാത്രമല്ല, എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും മടിയില്ല. അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇയാൾ വരുന്നു, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഇയാൾ വരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ സുഹൃത്തായ മറ്റേ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക് ആണെന്ന്. ഒരു ഹീറ്റഡ് ആർഗ്യുമെൻ്റിൻ്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്. ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ്, ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ഞാൻ ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിഞ്ഞു. സത്യമാണ്. പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞ് പോയി. ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ, പുള്ളിക്ക് ഈ വിഷയം എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ്. അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട്. അത് പുള്ളി സമ്മതിച്ചു. അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് ഒരു റിട്ടേൺ അപ്പോളജിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല, ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡിഫെയിം ചെയ്യാനോ മറ്റൊരു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയാം. ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര്, എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം. ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കേലോ എവിടെയോ ഒരു കംപ്ലൈൻറ്റ് ഇയാൾക്കെതിരെ എതിരെ ഉണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂവിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ, ദാറ്റ് ഈസ് എൻ്റെ അടുത്ത സുഹൃത്തായ ടോയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ്. എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോയത്, എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു 2 താരങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ ഈ വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡിഫെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ്. പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു. എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇതാണ്. ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു. ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ്, ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും പ്രോമിനൻ്റ് ആയ ഹീറോയിൻസിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങി പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും ഫെഫ്കയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഞാൻ ഇപ്പോഴും പറയണം, യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നൗ. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ, നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ ഹൈദർ സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസൊക്കെ പുറത്തു വിട്ടു. അങ്ങനെ പുറത്തു വിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് ബെയിൽ പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കേസിൽ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും, ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയമില്ല ഇപ്പോൾ. ബിക്കോസ് അങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം ഇവിടുന്ന് കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബിക്കോസ് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല. ഒരു ബേസിക് റീസർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ല് ചെയ്യുന്ന രീതിയിൽ
എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി ഫെഫ്കയിലെ മെമ്പർ പോലും അല്ല. ഒരു ബേസിക് റീസെർച്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇൻ്റർവ്യൂസിലും ഫെഫ്കയിലെ മെമ്പറാണെന്ന് പറയുന്ന ബ്ലേറ്റൻ്റ്ലി നുണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല. എനിക്ക് ഈ നടനെ വിളിക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത ആളാണ്. ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ദിവസത്തിൽ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥകൾ പറയും, എന്നെ ഇതിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിന്റിൽ വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സായിരുന്നു. ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്ന്, ബിക്കോസ് നിങ്ങളെല്ലാവരും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല. സംസാരം ഉണ്ടായിട്ടുണ്ട്. സംസാരം വളരെ ഇമോഷണലായിരുന്നു. ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. അവിടെ നിൽക്കുന്ന ആൾ പോലീസിൻ്റെ അടുത്ത് മൊഴിയും കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ആളായതുകൊണ്ടും PR ചെയ്യുന്ന ഒരു ആൾ, നിങ്ങളെല്ലാവരും PR ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഉണ്ണിമുകുന്ദൻ ഇങ്ങനൊരു വ്യക്തിയാണ്. ഞാൻ ഉണ്ണിമുകുന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ എല്ലാവർക്കും, സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു. ഞാനത് ഫേസ് ചെയ്തു. ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട്, മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട്, ഓരോ ചോദ്യത്തിന് ഉത്തരം നിന്നിട്ടുണ്ട്. ഞാൻ എവിടെയാണ് ഓടിപ്പോയത്? എന്താണ് എൻ്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ? വേറെ ഐ ഡോണ്ട് നോ റിയലി. ഞാൻ ടു ബി ഓണസ്റ്റ്, ഇത് കേസായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണ കേസിനും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ അമ്മ അസോസിയേഷനും ഫെഫ്കയുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കും. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വളരെ റോങ് കാര്യങ്ങളായിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുക. ഞാനിങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ നടന്മാരെ തമ്മിൽ തല്ലിപ്പിച്ച് അത് ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്തയാണെന്ന് അറിഞ്ഞിട്ടും. ഇനി എൻ്റെ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊവിനോ മാറ്റർ വളരെയധികം ഫേക്ക് ആണെന്ന് അറിയാം. എല്ലാവർക്കും അറിയാം, ഇതിൽ ഇൻവോൾവ് ആയ എല്ലാവർക്കും അറിയാം. ആരും അത് സമ്മതിക്കുന്നില്ല. ബിക്കോസ് അത് എന്നോടുള്ള വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചു വരും. എനിക്ക് അതിൻ്റെ റീസൺസ് കേട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോലുള്ള മാറ്റർ പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യും ആസ് എൻ ഇൻഡിവിജ്വൽ. ബിക്കോസ് ഒരു സിനിമാ നടൻ എന്നതിൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ എൻ്റെ അച്ഛനമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം. അല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്തു എന്ന് പറയുന്നത് വളരെ റോങ് ആയ കാര്യങ്ങളാണ്. എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധം ഇല്ല, ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, അയാളൊരു മാനേജർ കപ്പാസിറ്റിയിൽ നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ്. ഞാൻ വർഷത്തിൽ 5 പണം ചെയ്യുന്ന ആളല്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ സമയമുണ്ട്, റിലീസിന് സമയമുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ച്ചില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ ഐ റിയലി ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു തോന്നുന്നു. പിന്നെ വധഭീഷണി തൊട്ട് പെണ്ണ് കേസ് തൊട്ട് അതേപോലെ തന്നെ ഈ സമയത്ത് ഇങ്ങനത്തെ കുറേ ഇഷ്യൂസാണ് ആ ഫോൺ കോളിൽ എനിക്ക് വന്നത്. ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ DGPക്കും ADGPക്കും അയച്ചു കൊടുത്തത്. നാളെ മറ്റന്നാൾ ഏതെങ്കിലും പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും. ബട്ട് നാം എനിക്ക് പേടിയുണ്ട്. സാധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാറില്ല, പക്ഷേ എന്നെ കുത്തിക്കൊല്ലുന്നു, എന്നെ വധഭീഷണി നടത്തുന്നു, പിന്നെ ഈ ആൾക്കാർ തമ്മിൽ ഡിഫേമേഷൻ. എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരാളുടെ ഇമേജ് ടാർണിഷ് ചെയ്തിട്ട്, അതായത് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ കൊണ്ടുപോകാം. ഇയാൾ ഇങ്ങനെ ചെയ്തു ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് കവർ ചെയ്യാൻ നോക്കിയില്ലല്ലോ എന്നാണ്. ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു 2 സൈഡ് വേർഷൻ ഉണ്ടല്ലോ. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏത് കാര്യത്തിലും എവിടെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം. മേ ബി ഫെഫ്കയുടെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുവാണെങ്കിലും ഒരു 4 ദിവസത്തിന് മുന്നേ പുള്ളി ആപ്ലിക്കേഷൻ കൊടുത്ത് കാണും, പുള്ളിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട്. അതർവൈസ് ഐ ഡോണ്ട് നോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു 4-5 ചോദ്യങ്ങൾ ചോദിക്കാം. ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ കേസായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഐ എം ഹോൾഡിങ് ഓൺ ടു ദ ഗ്രൗണ്ട്. ഞാൻ ഇയാളെ അടിച്ചിട്ടില്ല. ഞാൻ വേറെ നടനെക്കുറിച്ച്, അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിൽ ഉണ്ടായിരുന്നില്ല. ടൊവിനോയെ കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല. വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ.
എല്ലാ സിനിമകളും ഞാൻ വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങളെല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത സിനിമകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എൻ്റെ സുഹൃത്തുക്കളെ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സിനിമകൾ എൻ്റെ ഫ്രണ്ട്സ് പ്രൊമോട്ട് ചെയ്യും. ഞാൻ അങ്ങോട്ട് ചോദിക്കാറില്ല, പക്ഷെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രി വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇതിനെ വളരെ തേർഡ് റേറ്റ് PR PR അല്ലേ ഇത്, ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ് ഞാൻ നിങ്ങളെല്ലാവരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയുടേതാണ്. ഞാനിതിൽ ഇപ്പോഴും പറയുന്നു, എന്നെ സംബന്ധിച്ച് ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ പറ്റില്ല. അടിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇത് ഇറ്റ്സ് ലൈക്ക് ഇമോഷണൽ ട്രോമയായിട്ട് ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഒട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ മലയാള സിനിമകൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. അതിലിപ്പോൾ ഭയങ്കരമായ ഒരു ഒന്നുമില്ല. എല്ലാവരും പോലെ സ്ട്രഗിൾ ചെയ്ത് വന്നു. ഞാൻ ഒരിക്കലും എൻ്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിമ്പതി മേടിക്കുന്ന ആളുമില്ല. ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചും കൂടി ഇമോഷണലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാതെ ഞാനിങ്ങനെ ഞാൻ അവിടുന്ന് ഗുജറാത്തിൽ നിന്ന് വണ്ടി കയറി വന്നു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല സ്ട്രഗിൾസ് ഉണ്ടാവും. എൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്ന് സുഹൃത്തുക്കളില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവാറില്ല. എന്നെ സംബന്ധിച്ച് അത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല, വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിയിടാം, ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അമ്മ അസോസിയേഷനിൽ വിളിക്കാം, FFKയിൽ വിളിക്കാം, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങളില്ലെങ്കിൽ വേണമെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോകാം. ബിക്കോസ് ഞാനിത് ആദ്യത്തെ അവസാനത്തെ ഇൻ്റർവ്യൂ ആയിട്ടാണ് കാണുന്നത്. ഈ മാറ്ററിനെ കുറിച്ച് ഇത് വളരെ സില്ലി ആയിട്ടാണ് ഞാൻ ഇതിനെ എടുക്കാൻ പോകുന്നത്. എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ്. എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കൈയടിച്ചുകൊണ്ട് മാത്രമാണ്. എനിക്ക് ലോബി ഇല്ല, എനിക്ക് ഗോഡ് ഫാദർ ഇല്ല, ഒന്നുമില്ല. ഞാൻ ഉണ്ണിമൂന്നൻ ഫിലിംസിൻ്റെ ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകൾ ഇറക്കുന്ന ഒരാളാണ്. നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ബിക്കോസ് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എനർജി പോകേണ്ടത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ കുറച്ച് അംബീഷ്യസ് ആണ്. എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദ വേ ഐ വർക്ക് ഈസ് അഗ്രസീവ്. ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല. എൻ്റെ കൂടെ ആളില്ല എന്ന് പറഞ്ഞു. അരുൺ, ഇത് അരുണാണ്. ഞാൻ ജസ്റ്റ് പറയാം, എത്ര വർഷമായി? കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അരുൺ നായർ. അരുണിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ബിക്കോസ് നിങ്ങളെപ്പോലെ പോപ്പുലറായിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മുഖം കാണിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസിൽ പെടും. എൻ്റെ അച്ഛനമ്മ ഒറ്റപ്പാട് എന്ന് വെച്ചാൽ അവർ വീഡിയോസിൽ വരാത്തതുകൊണ്ട് എനിക്ക് അച്ഛനമ്മ ഇല്ലാന്നുണ്ടാണോ? മനസ്സിലായോ? എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല. എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് ആൾക്കാർ ആവശ്യപ്പെടും. ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുക്കുന്ന ആളാണ്. ഞാൻ വേറെ ഒന്നും മിസ്സാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ചോദ്യങ്ങളാവാം.